വളരെ ക്യൂട്ടായിട്ടുള്ള ലൈല മജ്നു കപ്പിൾസാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കേട്ടു റാഗിങ്ങിലൂടെ തമാശക്ക് ഇഷ്ടം പറഞ്ഞു, പക്ഷെ മറ്റേ പറഞ്ഞേ എടാ ഇറങ്ങി വരുന്നു ചുമ്മാ ചോദിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നതാണ്. ലൈലയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മജ്നുവിൽ എന്ത് ക്വാളിറ്റിയാണ് ആദ്യം അട്രാക്റ്റഡ് ആയത്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. എല്ലാവരും റിലേഷൻഷിപ്പിലുള്ള പോലെ തന്നെയാണ്. എനിക്ക് ഹൈറ്റ് ഇല്ല എന്നൊരിക്കലും തോന്നിയിട്ടില്ല. ബാക്കിയുള്ള ആൾ കമന്റ് പറയുമ്പോൾ ആയിരിക്കും ഹൈറ്റ് ഇല്ല എന്നുള്ളൊരു ബോധമാണ്. നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻ ആണോ സക്സസ്ഫുൾ ആയിട്ട് കല്യാണത്തിലേക്ക് എത്തിയത്? ശരിക്കും ഹൈറ്റ് ഒരു ഫാക്ടർ ആണോ? ഹൈറ്റ് ഫാക്റ്റ് ആണെന്ന് വെച്ചാല് എല്ലാം ഫാക്റ്റ് ആണ്. അവരവരുടെ കണ്ണിലാണ് എല്ലാം ഉള്ളത്. ഇങ്ങനെ സക്സസ്ഫുൾ പ്രണയം സക്സസ്ഫുൾ ആയി അത് കല്യാണത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ നോക്കണം? ആത്മാർത്ഥമായിട്ട് അവനെ വേണം, അവനെന്നെ വേണം, വേറെ ഒരാളെ കഴിയില്ല എന്നുള്ള ഒരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കഴിയും. ഇപ്പം കുറെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പം ഓൻ അവൻ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലൊരു റെസ്പെക്ട് വിത്ത് ലവ്. പുറത്തേക്ക് അവനൊരു പ്രശ്നമില്ല ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ, ആർക്കില്ല പ്രശ്നം, നമുക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്ത്? അതല്ലേ നമുക്ക് ഈ ട്രൂ ലെവലുള്ള വിശ്വാസം പോകുന്ന ടൈമിൽ നിങ്ങളെപ്പോലുള്ള കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രചോദന ഇനിയും പ്രേമിക്കാനൊക്കെ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലീസ് എക്സ്ക്യൂസ്, വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻട്രോ, ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. ഈ നമ്മൾ പറയില്ലേ മജ്നുവിൻ്റെ ഭംഗി കാണണമെങ്കിൽ ലൈലയുടെ കണ്ണിലൂടെ നോക്കണമെന്ന്. സോ അതേപോലെ വളരെ ക്യൂട്ടായിട്ടുള്ള ലൈല മജ്നു കപ്പിൾസാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹേ ഗൈസ്, വെൽക്കം ജാബിർ ആൻഡ് ജുമൈല. എനിക്കറിയാം എങ്ങനെയുണ്ട്, സെറ്റാണോ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, ഹാപ്പി ആണോ? ഗുഡ്. ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലൈമറ്റിൽ വരും, ജലദോഷം വരും, പനി വരും. അതിനേക്കാളും മസ്ത് വിത്ത് മസ്താനിന്റെ ഹെൽത്ത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ്. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഇത്രയും വയ്യാഞ്ഞിട്ടും ബെഡിൽ കിടക്കേണ്ട ഫ്രൂട്ട്സ് കഴിക്കേണ്ട മസ്താനി ഇവിടെ വന്നതിൽ സന്തോഷം. ഇത് കട്ട് ചെയ്യരുത്, ഹൈലൈറ്റിലിടും. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സൗന്ദര്യമായിരിക്കും. അപ്പം പറയൂ, ലൈലയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മജ്നുവിൽ എന്ത് ക്വാളിറ്റിയാണ് ആദ്യം അട്രാക്റ്റഡ് ആയത്? എന്താ പറയാ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. എല്ലാവരും റിലേഷൻഷിപ്പിലുള്ള പോലെ തന്നെയാണ്. എനിക്ക് ഹൈറ്റ് ഇല്ല എന്നൊരിക്കലും തോന്നിയിട്ടില്ല. ബാക്കിയുള്ള ആൾ കമന്റ് പറയുമ്പോൾ ആയിരിക്കും ഹൈറ്റ് ഇല്ല എന്നുള്ളൊരു ബോധമാണ്. എനിക്കൊരു എന്താ കുറവായി തോന്നിയിട്ടില്ല ഇതുവരെ. നല്ല കെയറിങ് ആണ്. കെയർ ഇട്ടെന്ന് പറയല്ല, ഞാനും കെയർ ആക്കും അവൻ കെയർ ആക്കും, ഈക്വലായിട്ട് നോക്കും. ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴേ ഇപ്പോൾ 2-3 മാസം പ്രണയിക്കും, റിലേഷൻഷിപ്പിലാവും, കുറച്ച് കഴിയുമ്പോൾ മടുത്തിട്ട് തേക്കും, എന്നിട്ട് വേറെ ആളുടെ പുറകെ പോകും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് ഈ ട്രൂ ലെവലുള്ള വിശ്വാസം പോകുന്ന ടൈമിൽ നിങ്ങളെപ്പോലുള്ള കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രചോദന ഇനിയും പ്രേമിക്കാനൊക്കെ. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ പ്രണയിക്കുന്നുണ്ട്. അതാ പറഞ്ഞേ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ആ ട്രൂ ലവ് ചത്തിട്ടില്ല. ഉണ്ടാവുമല്ലോ, കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ഒരു പോസിറ്റീവ് ഉണ്ടാവും. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അതെ. നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻ ആണോ സക്സസ്ഫുൾ ആയിട്ട് കല്യാണത്തിലേക്ക് എത്തിയത്? ആണോ? വെരി ലക്കി. നമ്മളൊക്കെ എത്ര ട്രയൽ എടുക്കണം കല്യാണത്തിലേക്ക്? എത്ര ട്രയലായി? അപ്പൊ ഞാൻ കേട്ടു റാഗിങ്ങിലൂടെ തമാശക്ക് ഇഷ്ടം പറഞ്ഞു, പക്ഷെ മറ്റേ പറഞ്ഞേ എടാ ഇറങ്ങി വരുന്നു ചുമ്മാ ചോദിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ആ തമാശ സീരിയസ് ആയത്? ഞാൻ അത്യാവശ്യം പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആളാണ് ക്യാമ്പസിൽ. ആ സമയത്ത് ഒരു ദിവസം ക്യാമ്പസിൽ ഫ്രഷേഴ്സ് വരുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്ക് സമയത്തായിരുന്നു ഇവളെ കണ്ടത്. അപ്പോൾ ഞാൻ
പേര് ചോദിച്ചു. അപ്പുറം കുറച്ച് ദൂരം കൊണ്ടുപോയി ഇരുന്നു. അപ്പോൾ പേര് ചോദിച്ചു, ജുമേലാന്ന് പറഞ്ഞു. ഞാൻ പ്രണയിച്ചോട്ടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉമ്മ വഴക്കുവരെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എന്താ പറയുക, ഉമ്മ വഴക്കുവറിയതല്ലേ. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ചാറ്റായി. അന്ന് തന്നെ ഇൻസ്റ്റയിൽ ചാറ്റായി ലാസ്റ്റ് ഒരു ദിവസം ബാക്കിയുള്ള പറയും. അല്ല ഇങ്ങനെ എനിക്ക് എന്തായാലും ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സംസാരിക്കണം. ഓക്കെ, ഒരു 1 month ആയിട്ടുണ്ടാവും നല്ല ചാറ്റായി. അങ്ങനെ കോളും ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട്. സോ അപ്പോൾ എന്തായാലും ചാറ്റും കോളായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ ചോദിച്ചു, ഞാൻ മാരേജ് ചെയ്തോട്ട്. അങ്ങോട്ടാണോ അന്ന് തുടങ്ങിയതാണ്. അന്ന് എൻ്റെ തോളുമ്പോ കയറി ഇറങ്ങിയിട്ടില്ല. പക്ഷേ കോളേജിലേക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ടീച്ചേഴ്സ് പിടിക്കുക? അല്ലെങ്കിൽ അതായത് നമ്മൾ കോളേജ് എന്നല്ല പറയുമ്പോൾ പിടിക്കൊന്നും ചെയ്യില്ല. ഗവൺമെന്റ് കോളേജിലാകുമ്പോൾ നോട്ടീസ് ചെയ്യില്ലേ? നോട്ടീസ് എല്ലാവർക്കും അറിയായിരുന്നു. കൂടുതൽ സപ്പോർട്ട് ആരായിരുന്നു? ഫ്രണ്ട്സ് ആയിരുന്നു. ആസ് യൂഷ്വൽ. എന്തായാലും വേറെ ആരും സപ്പോർട്ട് നിൽക്കൂലല്ലോ. ഓക്കെ. ഇപ്പം പുള്ളിക്കാരിൽ എന്താണ് ഇപ്പം തമാശക്ക് റാഗ് ചെയ്തു, എന്നാലും ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തപ്പം യെസ് പറയാൻ തോന്നിയ ആ ഒരു ഫാക്ടർ എന്താ? യെസ് അവന് പെട്ടെന്ന് പറഞ്ഞില്ല. ഇല്ല, അവൻ പറഞ്ഞു കുറച്ച് നീ ചിന്തിക്ക്, നിന്നെ പോലെയല്ല, നല്ലോണം ചിന്തിക്കണം. എന്തായാലും ഒരു മാരേജ് എന്നല്ല പറയുമ്പോൾ ഈ ലവ് ആക്കുന്ന ടൈം പോലെ അല്ലല്ലോ. പിന്നെ മുമ്പോട്ടുള്ള ലൈഫാണ്. ഞാൻ ഹൈറ്റ് ഇല്ലാത്തൊരു റീസൺ തന്നെ. നിനക്കത് ഇപ്പോൾ നീ ലവ് ആക്കുന്നുണ്ടാണ്. അതൊരു എനിക്ക് മാത്രമായിരിക്കും ആ കുറവ് അറിയാത്തത്. ബാക്കിയുള്ള ആളെ കണ്ണിൽ അതെന്തായാലും ഒരു കുറവ് തന്നെ. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കണം. അവൻ എന്തായാലും കുറേ ടൈം എടുത്തിനോ യെസ് പറയാൻ. അതങ്ങനെയല്ല. എങ്ങനെ വെച്ചാല് ഇത് നമ്മൾ ഡെയിലി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, കാരണം ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പ്രകൃതിയാണത്. അങ്ങനെ നമ്മളെ ഒരു ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈറ്റ് ഇല്ലാത്ത ഒരാൾ ഒരു ഹൈറ്റുള്ള ആൾ കല്യാണം കഴിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു നോട്ട് ചെയ്യാനും അതിൽ കുറേ പേര് കുറ്റം കണ്ടുപിടിക്കാനും കുറേ പേര് നല്ലത് പറയാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജീവിതം കൊണ്ടുപോകണം. നല്ലത് പറയുമ്പോൾ സന്തോഷിക്കാനും, ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ തമാശ രീതിയിൽ പറയുമ്പോൾ അതിനെ വിഷമിക്കാനും നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കൊണ്ടുപോകാനില്ല. കാരണം ഇതെന്ന് വിഷമിക്കേണ്ടെന്നും വരും, സന്തോഷിക്കേണ്ടെന്നും. അത് രണ്ടും മെയിൻറ്റെയിൻ ആയി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. കാരണം ഉറപ്പാണ്. ഇപ്പം ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, J2 സ്റ്റോറീസ്. അതിൽ തന്നെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ ചില വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് നല്ല ഊക്കളൊക്കെ തരുന്നുണ്ട്, നല്ല പറയലുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിലൊരു ഭാഗമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ലൈഫാണ്. നമ്മളിത് ഇന്നും നാളെയുമായി തീർക്കേണ്ട ഇതല്ല. ലൈഫ് ലോങ് മരിക്കോളം ഒന്നിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ അവൾക്ക് എന്നെ അത്രയും ബോധ്യമായത് കൊണ്ടും പിന്നെ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഞാനിപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനൊരിക്കൽ പറഞ്ഞത് പറയട്ടെ ആയിരുന്നു. എങ്കിലും അവൾക്ക് എന്നോടുള്ള സ്നേഹം 100% ഒരു പ്യുവർ 916 ക്യാരറ്റ് ആയതുകൊണ്ട് അവള് സമ്മതിച്ചു. സമ്മതിച്ചു. അങ്ങനെയായിരുന്നു. മനസ്സിലായപ്പോ എന്നാ ഓക്കെ കല്യാണം കഴിക്കാം, ഇതാണ് ഇപ്പൊ നമ്മൾ രണ്ടാളൊക്കെ ഫ്യൂച്ചർ നടന്നു പോകുമ്പോ അതാണ് മെയിൻ പറഞ്ഞത്. നിനക്കൊരു എന്താ പറയാ ഷെയിം ആവാൻ പാടില്ല. ആരെങ്കിലും പറയുമ്പോ നീ ആയിട്ടില്ലാത്തവൻ്റെ ഒക്കെ നടക്കുന്ന അനക്കൊരു ഫീൽ ആവാൻ കഴിയില്ല. അത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അതാണ് മെയിൻ പറഞ്ഞത്. ഓക്കെ. ഈ നിങ്ങളുടെ ഈ ഒരു 3 വർഷം പ്രണയിച്ചു, കല്യാണം കഴിഞ്ഞപ്പോൾ 1 year ആയി. 1 year അല്ല, 6 months ആയി. 6 months ആയി. മൂന്നിനായത്. മൊത്തം 3.5 വർഷത്തെ ഒരു പരിചയമുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പൊ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയ ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചത്? ഈ ഒരു കല്യാണം ഉൾപ്പെടെ അവർ നിക്കാടെ എനിക്ക് തോന്നുന്നു പ്രണയിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം ആ ഒരു നിക്കാഹ് അല്ലെങ്കിൽ താലി കിട്ടുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു? എന്തായാലും ഒരു ലവ് മാരേജ് ആകുമ്പോ വീട്ടിലുള്ള ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
ബട്ട് നിൽക്കാനൊക്കെ ആകുമ്പോഴേക്കെല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ ആയി. സപ്പോർട്ടാണ്. അതൊന്നും വലിയൊരു പ്രശ്നമായ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികം. നമ്മൾ എന്തായാലും അതാരെന്ന് പറയുന്നത് ഇനിയിപ്പോ എന്ത് പറഞ്ഞൊരു കാര്യമില്ല, അത് സ്വാഭാവികമാണ്. എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും അതാ ഒരു ഒരു ഇത് ഫസ്റ്റുള്ള ഒരു ടൈം അത് സ്വാഭാവികമാണ്. പിന്നെ എല്ലാം സെറ്റായി. കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ കല്യാണ വീഡിയോ ഏകദേശം 6 million plus വ്യൂവേഴ്സ് 7.1 ആയി. പ്രതീക്ഷിച്ചിരുന്നു ആ വീഡിയോന്റെ ഒരു കഥ എന്താ വെച്ചാല്, എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഉഷാദ്, ജൂനിയർ. അപ്പൊ അവന് ഇത് നമ്മളെ ക്യാമ്പസിലുണ്ടാകുമ്പോൾ ഞങ്ങളെ എല്ലാ വീഡിയോ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങള് ഫോട്ടോ എടുക്കൽ വരെ അവനാണ്. അവനെ കൊണ്ടുവന്ന് അവന് ഫോട്ടോ എടുക്കുകയാണ്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെല്ലാ രീതിയിലും അവർക്ക് വരും. അങ്ങനെ ഒരു ദിവസം ഞാൻ കല്യാണത്തിൽ വിളിച്ചു വന്നു. അന്ന് ഞങ്ങളുടെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പൊ അവന് റിസപ്ഷൻ്റെ അന്ന് നേരത്തെ എത്താൻ പറ്റില്ല, അവന് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് അവന് ജസ്റ്റ് ഒരു വീഡിയോ, അവന്റെ രീതിയിൽ ജസ്റ്റ് ഒരു വീഡിയോ നിർത്തിയാണ്. വീഡിയോഗ്രാഫർ വേറെ ഉണ്ടായിരുന്നു. വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറൊക്കെ വേറെ ഉണ്ടായിരുന്നു. ഇവന് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഞങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു വീഡിയോ എടുത്തതാണ്. പക്ഷെ അവന്റെ വീഡിയോ നല്ല ഹൈപ്പായി. 1.1 മില്യൺ ആയതിനു ശേഷമാണ് ഇത് ഞങ്ങൾക്ക് അറിയുന്നത് അവനിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞാൻ കോളേ പോയത്. ആ സമയത്ത് അവൻ എനിക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് 1 മില്യൺ ആയ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഒരുമിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായ ഒരു വ്യക്തി കൂടിയാണ് എന്നെ ഉഷ. അതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അവന് ആ സമയത്ത് വീഡിയോ എടുക്കുമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പൊ തിരിച്ചറിയുന്നത് ആ വീഡിയോയില് കണ്ടോ, വീഡിയോയില് കണ്ടീനല്ലേ വീഡിയോ. അപ്പൊ എങ്ങനെയാ നിങ്ങളിപ്പോ കറന്റ്ലി എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ? ഞാൻ ഇപ്പൊ BEd ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ടീച്ചർ ഉണ്ടായത്, അത് ഡിഗ്രി കഴിഞ്ഞിട്ട് പോയതാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ. ഇനി BEd ചെയ്യാൻ മാംഗ്ലൂർ. അവൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. അടുത്തിട്ട് ഗൾഫിൽ പോകാനിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് എങ്ങനെ? അല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരും, പ്ലീസ്. എന്തായാലും BEd 2 year ഉണ്ടല്ലേ, അപ്പൊ ഞാൻ പഠിക്കും. ഓനെടുക്ക് വരും എന്തായാലും, ഓന് നിക്കൂല. പെട്ടെന്ന് പോയിട്ട് വരാൻ മറ്റേ ചന്തയും അല്ല, അത് നിക്കൂല, എനിക്കറിയാം. പിന്നെ എന്തിനാ പോണേ? ഞാൻ വർക്കിന് ശേഷമല്ല, ചെറിയൊരു കുറച്ച് സെറ്റ് ആവാനൊന്ന് ഉണ്ട്. എല്ലാരും പറയുന്നത് പോവാനായി ഇല്ല, ഞാൻ വെറുതെ പറയും നീ നാളെ പോയി എന്തെങ്കിലും ഞാൻ രണ്ടാളിങ്ങനെ ഇതാക്കും പോലെ പറയും, നീ നാളെ പോ, വരണ്ടേ വേണ്ട, അങ്ങനെയുള്ള പറയും തമാശക്ക്. ഓക്കെ, എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഓൾറെഡി കപ്പിൾസ് ഒക്കെ വഴക്കുണ്ടാക്കും, എന്നാലും ഏറ്റവും കൂടുതൽ ജുമയിൽ വഴക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മൂടൊക്കെ മാറുന്ന എന്ത് സംഭവത്തിലാണ്? പോസസീവ് ആണോ? പക്ഷേ പെട്ടെന്ന് ഇപ്പൊ വീഡിയോ എടുക്കുമായിരുന്നു. എനിക്ക് ഈ വീഡിയോയിലൊക്കെ കുറേ സമയം നിന്നിട്ട് ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഫോട്ടോ എടുക്കുമ്പോ 5 ഫോട്ടോ അതിന് നിൽക്കൂല. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഫോട്ടോ വേണം, വീഡിയോ വേണം. ഞങ്ങൾക്കൊരു 5 ഫോട്ടോ, അത് എവിടെ എത്തിയാലും ഒരു 4-5 ഫോട്ടോ അത്ര മതി. അത് നല്ലതായ ചീത്തയായ എന്നാലും 4-5 ഫോട്ടോ മതി. നമ്മൾ അവിടെ എന്ത് കാര്യങ്ങൾ പോയി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറീസ്. പക്ഷെ ഇവള് അത്യാവശ്യം ഫോട്ടോ എടുക്കുന്ന ആളാണ്, ഇഷ്ടമാണ്. പക്ഷേ അല്ലേ, നമ്മൾ വേറെ ഇപ്പോൾ ഇവിടുത്തേക്ക് തന്നെ ടൈം ടു ടൈം എത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സമയം 10:45. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ പെട്ടെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഇവിടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവും. എത്ര നേരം ആ ഒരു ഫൈറ്റ് നിൽക്കും? അതിന് ഫൈറ്റ് ഞാനാക്കൂല. 3 കൊല്ലം ഞങ്ങൾ പ്രണയിക്കുന്നത്. താങ്ക്സ് ഗോഡ്, ഇടത്തോളം 1 മണിക്കൂറിന് കൂടുതൽ ഞങ്ങൾ ചൊടിച്ചിട്ടുണ്ടാവില്ല, വഴക്കടിച്ചിട്ടുണ്ടാവില്ല, ഇല്ല, മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ടാവൂല. അതെങ്ങനെ ഇങ്ങനെ വരും, ആപജുമ്മി മുണ്ട്, പ്ലീസ് ജുമ്മി. ഞാൻ കഴിഞ്ഞത്ര കാസർഗോഡ് വശം അല്ല, അത് നമ്മ പ്ലീസ് എന്ന് പറയുന്നത് കാസർഗോഡ് വന്നിട്ടുണ്ടോ? കാസർഗോഡ് വന്നിട്ടില്ല. വരണം.
ഇപ്പോൾ നിങ്ങളിങ്ങനെ മാരേജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ സക്സസ്ഫുൾ പ്രണയം സക്സസ്ഫുൾ ആയി അത് കല്യാണത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ നോക്കണം? എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ടിപ്സ് ഇല്ല, അങ്ങനല്ല. ആത്മാർത്ഥമായിട്ട് അവനെ വേണം, അവനെന്നെ വേണം, വേറെ ഒരാളെ കഴിയില്ല എന്നുള്ള ഒരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കഴിയും. അത് കഴിയും. ഒരു ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഒരു ഡബിൾ മൈൻഡ് ആവാൻ കഴിയില്ല. നീ ഒന്ന് ചിന്തിക്കുന്നു പറയുമ്പോൾ ആ ചിന്തിക്കാം, ഓക്കെ ചിന്തിക്കാം, അത് നമുക്ക് നല്ലതാണ് ചിന്തിക്കുന്നതെല്ലാം. പക്ഷെ ഡബിൾ മൈൻഡ് ആവാൻ പാടില്ല. അതങ്ങനെ ആവുമോ, മാരേജ് കഴിഞ്ഞെങ്കിൽ അവശല്ലേ പോലെ നടക്കുമോ, മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് മനസ്സിൽ വരാൻ കഴിയില്ല. നമുക്ക് എന്തായാലും ഒരു ഷുവർ ഉണ്ടാവണം, എന്തായാലും നമുക്ക് സക്സസ് ആയിട്ട് പോകാൻ കഴിയും ആര് പറഞ്ഞെങ്കിലും. സോ അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കും. അവൻ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നിൽക്കും. അങ്ങനെ ആരെങ്കിലും പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു? എന്തായാലും നോക്കില്ലല്ലോ മാരേജ്. അതൊക്കെ സ്വാഭാവികമാണ്. കഴിക്കുന്നല്ല അത് ഇപ്പൊ ഞാനായാലും ആരായാലും ഇത് എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കല്യാണമാണ്, ശ്രദ്ധിക്കണം, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ കളിച്ച കളിയൊന്നല്ല, ഒരു മെച്ചൂർഡാണ്. പക്ഷെ എടുത്തോളം മെച്ചൂർഡ് ആയിട്ടാ രണ്ടാളും അങ്ങനെ 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 എല്ലാവരും പറയും. കുറെ പേര് നല്ലതാണ്, ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുന്ന നല്ലതാണ്, അങ്ങനെ പറയും. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് എല്ലാം, അതൊരു നല്ലതില്ല. ഇപ്പം കുറെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പം റീസെന്റ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന് താഴെ ഓൻ അവൻ എന്നൊക്കെ വിളിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആക്ച്വലി അതാരും നോക്കൂല. ഒരു ഫ്രണ്ട്ലി അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ. പക്ഷെ ചില ആൾക്കാർക്ക് അത് എന്തോ ദഹിക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ കണ്ടു. ഞാൻ പറയുന്നത് പറഞ്ഞാല് ഇപ്പൊ നമ്മ പുറത്തേക്ക് ഇച്ഛ അല്ലെങ്കിൽ ഏട്ട അങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിൽ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടായിരിക്കാം. പുറത്തേക്കുള്ള സ്നേഹം ആ ബാക്കിയുള്ള ആൾ കേൾക്കാൻ അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഒരു റെസ്പെക്ട് നമുക്ക് വേണ്ട. നമുക്ക് മനസ്സിലൊരു റെസ്പെക്ട് വിത്ത് ലവ്. പിന്നെ പുറത്തേക്ക് അവനൊരു പ്രശ്നമില്ല ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ, ആർക്കില്ല പ്രശ്നം, നമുക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് അതല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അഭിപ്രായങ്ങളാണ് വ്യത്യസ്തമാകുന്നുള്ളത്. ഞാൻ ചോദിച്ചില്ല, വെറുതെ ചോദിച്ചു എല്ലാവരും ഇങ്ങനെ വിളിക്കില്ല, ഞാൻ വിളിക്കണം, നീ വിളിച്ചത് ഞാൻ മൈൻഡ് ആക്കണം, ഞാൻ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ, എനിക്ക് ഇഷ്ടമല്ല മൈൻഡ് ആക്കാൻ. അത് നമ്മളില്ലേ പ്രേമിച്ച് വരുമ്പോഴേ ഞങ്ങള് വന്നിരുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലാണ്. ഇപ്പൊ അങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോ നമുക്ക് ആ ഒരു ചേട്ടൻ നിൽക്കുമ്പോൾ അതൊരു ശരിയല്ല. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നുള്ളതല്ല. അപ്പൊ അത് തന്നെയാണ് മതി എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കമന്റിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് അവരുടെ അഭിപ്രായങ്ങളാണ്, അവർക്ക് വേണ്ടുന്ന രീതിയിൽ. നമ്മുടെ അഭിപ്രായത്തിൽ ഏട്ടൻ ഇച്ഛ അങ്ങനെയല്ല, പുറത്തേക്ക് റെസ്പെക്ട് ആൾക്കാർക്ക് വേണ്ടി റെസ്പെക്ട് കൊടുത്തിരിക്കാം. പ്രശ്നം എന്തെന്നായിട്ടാണില്ല, നമ്മുടെ മനസ്സിലാണ് വേണ്ടത് ആ ഒരു റെസ്പെക്ട്, ലവ്, അതാണ് വേണ്ടത്. എന്ത് വിളിക്കുന്നു അങ്ങനൊന്നുമില്ല, തെറി വിളിക്കാതെ മതി. അത് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ഓനുമാനെ തന്നെ വിളിക്കുക, അങ്ങനെ നല്ലോണം തെറിയൊന്നുമല്ല, ചീത്ത വിളിക്കും. ഓക്കെ. ഇപ്പം ഈ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും പല രീതിയില. ഇപ്പം എനിക്കും പേഴ്സണലി ഞാൻ ഹൈറ്റ് കുറഞ്ഞ ആളാ അല്ലേ, ഉമ്മീനോട് ചോദിച്ചോക്കൂ. പല കല്യാണാലോചനകൾ വരുമ്പോഴും കുട്ടിക്ക് ലീഡ് ഹൈറ്റില്ല അങ്ങനെ ആയിരിക്കും വരാറുണ്ട്. പക്ഷെ ശരിക്കും ഹൈറ്റ് ഒരു ഫാക്ടർ ആണോ? കല്യാണം കഴിക്കുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടില് ചെക്കൻ നോക്കണം. മസ്താനിനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹമുള്ള നാടാണ്. ഹൈറ്റ് ഫാക്റ്റ് ആണെന്ന് വെച്ചാല് എല്ലാം ഫാക്റ്റ് ആണ്. അവരവരുടെ കണ്ണിലാണ് എല്ലാം ഉള്ളത്. ഓരോരു ഗേൾ നമ്മളിപ്പോ അറേഞ്ച് മാരേജ് ആകുമ്പോൾ നോക്കുമ്പോ ഒരു ഫോട്ടോ കാണുമ്പോ അവനൊരു നിറം കുറവില്ലേ, അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ, ഡയറക്റ്റ് കാണണം, അങ്ങനത്തെ ഗേൾസും ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്ന ഗേൾസ് ഉണ്ട്, എല്ലാം നോക്കുന്നത്. പിന്നെ മനസ്സിലാവില്ല, അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ക്യാരക്ടർ അറിയില്ല, പിന്നെ കോളിംഗ് ഐലെല്ലാം. അപ്പൊ അങ്ങനത്തെ ഗേൾസ് ഉണ്ടാന്ന് വെച്ചെങ്കിൽ ഉണ്ട്. പിന്നെ ഇങ്ങനെ ലവ് മാരേജിന് നമുക്ക് പ്രാധാന്യം ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുന്ന ആൾക്ക് ഒരിക്കലും എന്തും മാറ്റർ അല്ല.
അതാണ് നമുക്ക് വേണ്ടി വിധിച്ച ആള് വരുമ്പോ എല്ലാം ആ ഒരു ടാലി ആയിട്ട് അങ്ങ് എനിക്ക് ചേഞ്ച് ആവാൻ കഴിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞു അവനോട് ഫസ്റ്റ് നമ്മൾ ഞാൻ എന്ത് അതായിരിക്കും. എനിക്ക് ഒരു കാരണവശാലും ഞാൻ ചേഞ്ച് ആവില്ല. ഞാൻ എന്ത് ഇടുന്നു, ഞാൻ എന്ത് ആക്കുന്നു, അതിൽ ഒരാളെ എന്താ പറയാ അഭിപ്രായം പറയാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം ഞങ്ങൾക്ക്. അങ്ങനെയാണ്, അതാണ് ഞാൻ ചേഞ്ച് ആവാണ്ട് എന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തി അവനാണെന്ന് പറഞ്ഞു, അല്ല മനസ്സിലാക്കി. സോ ഇപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്നു. അപ്പോൾ അതേപോലെ ആണ് ഇപ്പം നോക്കുന്നത് എന്നൊക്കെ ഉള്ള കമൻസ് ഒക്കെ വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഞാൻ തീരെ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മാരേജ് കമൻറ്റിൽ മണി 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 അങ്ങനെ മണി പവർ മണി പവർ. ഓക്കെ, ഞാനിത് പറഞ്ഞത് ഇതെന്ത് തിന്നാനില്ലാത്തടത്തൊന്നും വന്നല്ല. ഞാൻ ഒരു മോളാണ്, ഒരനിയൻ. അപ്പോൾ ആടുന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുറവില്ലാതെ ഓക്കെ അങ്ങനെ വന്നു. അനക്കൊരു പൈസ ഇല്ല, അനക്ക് ഓൻ്റെ പൈസ വേണം, അങ്ങനെയൊന്നും വന്നതല്ല. ഓക്കെ, ഞാൻ ഓനക്ക് ഓൻ്റെ വീട് എന്ത് ഒരിക്കലും ഞങ്ങൾക്ക് വീട് തൊളർന്നിട്ട് നല്ല വാക്കേഷൻ ഞങ്ങൾക്ക് ഇപ്പം മംഗളീന് ശേഷമാണ് അറിയുന്നത് ഓൻ്റെ എന്താ ഫാമിലി അങ്ങനെ ഇങ്ങനെയാണല്ലോ. ഇപ്പൊ മുമ്പേ എന്തും നോക്കൂല, ഒരാൾ നോക്കുമായിരിക്കും, ഞാൻ നോക്കിയ. പക്ഷെ ഇങ്ങനെ കുറെ കമന്റ് ഉണ്ടല്ലോ മണി പവർ മണി പവർ. അതുകൊണ്ട് ചോദിക്കാം, അങ്ങനെ ഒരുപാട് മണി ഉള്ള റിച്ച് ആണോ? പെട്ടിയിലുണ്ട്, ഈഡിയും വിജിലൻസ് ഒക്കെ വന്നാൽ കാണാം. അവരാ പെട്ടി കൊണ്ടുപോയി അതിലെ കാശ് ഇങ്ങോട്ട് കൊണ്ടുത്തരും. അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് ഒരു റിപ്ലൈ കൊടുക്കാനുള്ള? ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ എല്ലാ കമന്റിനോടും ഞാനും ഒന്ന് മനസ്സിലാക്കായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും കമന്റ്, കുറേ പേര് കമന്റ് ഇട്ടാൽ അങ്ങോട്ട് റീപ്ലൈ കൊടുക്കാൻ നിൽക്കും. അതൊന്നും ആവശ്യം, ഞാനെല്ലാം നോക്കി ചിരിക്കലാണ്. കാരണം അതെല്ലാം നോക്കി ശരിക്കല. അതിൽ കമന്റ് ഓഫ് ആക്കാൻ കുറെ പേര് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനെല്ലാം ശരിക്കില്ല. എന്ന് വെച്ചാല് അവരവരുടെ അഭിപ്രായങ്ങളാണ് അവർ രേഖപ്പെടുത്തുന്നുള്ളത്. അപ്പൊ അത് ഓക്കെ റീപ്ലൈ കൊടുക്കാനോ അതിൽ ദേഷ്യപ്പെട്ട് നിൽക്കാനോ ഇത് നാളെ നാളെ ആ കമന്റ് ഇട്ടോണ്ട് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ തീർച്ചയായും സ്നേഹത്തിലേ വരുവാ. അത് അവന്റെ അഭിപ്രായമാണ്. അവന്റെ നമ്മുടെ സ്വാതന്ത്ര്യം അവന്റെ മൂക്കിന്റെ തുമ്പത്തോളം അങ്ങനെ തോന്നില്ലേ ഉണ്ട്. അത് ബാക്കി നിങ്ങൾ പറഞ്ഞോട്ടാ. നിന്റെ സ്വാതന്ത്ര്യം എന്റെ തുമ്പത്തോളം മാത്രമാണ്. അത്രേ ഉള്ളൂ നമുക്ക്. പിന്നെ അവന്റെ സ്വാതന്ത്ര്യമാണ്, അവന്റെ തീരുമാനങ്ങളാണ്. അപ്പൊ നമ്മൾ അത്രേ ഉള്ളൂ. അത് ആരായാലും. ഇപ്പം നിങ്ങളുടെ ഒരു പ്രണയിക്കുമ്പോൾ പല സ്ട്രഗിൾസും ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പം കൊറോണ ടൈമിൽ പ്രണയമായിരുന്നല്ലോ, അപ്പം എപ്പോഴും കാണാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നൊക്കെ കണ്ടാലും ഇപ്പം പിന്നെ ഈ നാട്ടുകാർ കാണും, വീട്ടിൽ പറയും, അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. അങ്ങനെ ഫേസ് ചെയ്തതിൽ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്തായിരുന്നു? അങ്ങനത്തെ സ്ട്രഗിൾ ഉണ്ടായിട്ടോ ഫോൺ ചാറ്റിംഗ് അല്ലേ? ഫസ്റ്റ് തന്നെ കാണാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഫസ്റ്റ് ഒരിക്കൽ ഹെൽപ്പ് ഡെസ്കിൽ കണ്ട്, പിന്നെ ഇതാണ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇടയ്ക്കെടുക്കാണ് ക്ലാസ്. ഓക്കെ, സോ അപ്പം കഴിക്കും അവൻ പാർട്ടി കാര്യത്തിൽ ബിസിയാണ്. അപ്പോൾ ഒന്ന് ഡയറക്റ്റ് വലിയ സ്പീക്കിംഗ് ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അവന് കോളേജ് കഴിഞ്ഞ ശേഷമാണ് പിന്നെങ്കിലും നമ്മൾ ഡയറക്റ്റ് നല്ലോണം ഡെയിലി കാണാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം ഫ്രണ്ട്സ് കുറെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, ഇപ്പം ശരിക്കും പ്രണയത്തില് ഹംസങ്ങൾ ശരിക്കും സുഹൃത്തുക്കളാണെന്നാണല്ലേ പറയുന്നത്. അപ്പം അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് പറയുമ്പോ എന്തായാലും അവർ ചിന്തിക്കാൻ പറയും. എന്തായാലും എനിക്ക് ലാസ്റ്റ് അവർ പറഞ്ഞിട്ട് അങ്ങനെ ആയെന്ന് പറയാൻ പാടില്ല. ഫസ്റ്റ് നമ്മളോട് എല്ലാം പറഞ്ഞു. പിന്നെ അവന്റെ ക്യാരക്ടർ മുമ്പേ എന്നെ പോലെ തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തികളാണ് എൻ്റെ ഫ്രണ്ട്സ്. സോ അവർ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ സപ്പോർട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഹൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ അറിഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങളോട് പറയാം, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നല്ല കേട്ടോ, വേറെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രീതിയിലൊരു ഫ്രണ്ട്സ് ഉണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ എവിടെയോ ഒരു പലതും മണക്കുന്ന രീതിയിൽ ചെയ്തു തന്നു. അവസാനം അവരുടെ എല്ലാം പോയി. അവരുടെ എല്ലാം, കാരണം ഫ്രണ്ട്ഷിപ്പ് നല്ലതുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പൊട്ടുണ്ട്, മോശമുണ്ട്. അത് നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ പല ഫ്രണ്ട്സും പല അറിയുന്ന ആള് പറഞ്ഞ അവരുടെ ലൈഫ് ഫേക്കാണ്. ഒരു ഷോ, ഒരു കോളേജിൽ ഒരു അധികം പോവില്ല വിടുന്ന അങ്ങനത്തെയാണെന്ന് എല്ലാം പറയും. കോളേജിൽ നോക്കിക്കോ, അവര് സെപ്പറേറ്റ് എന്തായാലും അവൾ എന്തായാലും തേക്കും. കുറച്ചാള് ഒരു ഷോ ഓഫ് അത് കുറേ പേര് പറഞ്ഞിരുന്നു ഇത് ഫേക്കാണ്. നമ്മള് ഹിച്ചിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വന്നപ്പോഴേ
കുറേ പേര് അത്ഭുതപ്പെട്ടേന്. എങ്ങനെ ഹൗ എങ്ങനെ എന്നോട് കുറേ പേര് വിളിച്ചു പറഞ്ഞേന് ഇത് ഞങ്ങളതൊന്നും പ്രതീക്ഷിച്ചില്ല. കോളേജിൽ നിന്ന് അല്ലാതെ പുറത്തുനിന്നു, കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ കുറേ പേര് പറഞ്ഞിരുന്നു ഫേക്കാണെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. അവസാനം കല്യാണ വീഡിയോ 7 മില്യൺ അറിഞ്ഞത് ഇത് ശരിക്കാണെന്ന്. അപ്പൊ എല്ലാരും ഞെട്ടി അല്ലെ? ഇത് ഞെട്ടിത്തെറിച്ചു. അങ്ങനെ ഞെട്ടിത്തെറിച്ച ആൾക്കാര് ആരെങ്കിലും വിളിച്ചായിരുന്നോ? വിളിക്കുന്നല്ല, കുറെ പേര് പറഞ്ഞിരുന്നു. ഞങ്ങള് ഇപ്പൊ ഈ നൗഷയില്ലേ, ഞാൻ പറഞ്ഞ ഈ ബ്ലാക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞ അവൻ തന്നെ പറഞ്ഞു ഞാൻ കണ്ടിട്ട് നെട്ടിന്ന് പറഞ്ഞു. ഈ മറ്റേ ഹിച്ചഡ് കണ്ടിട്ടോ? ഹിച്ചഡ് കണ്ടിട്ടാകുമ്പോ വീഡിയോസ് കണ്ടിട്ട് അല്ല, ഫോട്ടോ ഹിച്ചഡ് വിടുമല്ലോ. ഹിച്ചഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, അത് കാസർഗോഡ് ഫോട്ടോ മബ്രൂക്ക് മബ്രൂക്ക് ഹിച്ചഡ് നൽകിയിടും. അതെന്തെങ്കിലും ഒരു സെറ്റായി മുമ്പുള്ളത് ഒരു ഫോട്ടോ കോളേജ് ആക്കും. കാസർഗോഡ് കല്യാണമൊക്കെ നമുക്ക് അങ്ങനെ ഇടാം. കാസർഗോഡ് അങ്ങനെയാണ്, ഒരേ സെയിം ഒക്കെയുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കോളേജ് ആക്കിയിട്ട് താഴെ മബ്രൂക്ക് അല്ലെങ്കിൽ ഹിച്ചഡ് എന്നിട്ട് ഇടും. ഓ, അതായത് കമ്മിറ്റഡ് ആയി ഇങ്ങോട്ടോ. ഓക്കെ, അതെന്താ ഇവിടെ ഇല്ലാത്ത? കാസർഗോഡ് അങ്ങനെല്ലാം ഉണ്ട്. കൊള്ളാം. കളർ എന്ന് പറഞ്ഞപ്പോ എപ്പോഴും സെയിം കളേഴ്സ് ഇടുന്ന ഇഷ്ടം. അത് കോളേജിൽ നിന്ന് തുടങ്ങിയതാണ്. കോളേജിൽ നിന്ന് കോടാക്കാൻ തുടങ്ങിയപ്പോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുമിച്ചാണോ ഡ്രസ് എടുക്കാൻ പോവാ? അല്ല, ഇപ്പൊ ഞാൻ അവനായിട്ട് കൂടുതൽ ഡ്രസ്സിൽ എടുക്കല്ലേ, സ്വാഭാവികം. എന്തായാലും ഞാൻ ഓരങ്ങനെ ഡ്രസ്സിനോടൊന്നും പ്രാന്തില്ല. ഞാൻ അങ്ങനെ എടുത്ത് അപ്പൊ എന്തായാലും ഞാൻ എന്താക്കും, അവനക്ക് എടുക്കുന്ന ഡ്രസ്സ് എന്റെ ഡ്രസ്സിന്റെ കളേഴ്സ് എടുക്കും. കഷ്ടപ്പാടല്ലേ. ഇപ്പൊ ഞാൻ എന്റെ പുതിയ ഡ്രസ്സാണ്. അപ്പൊ അവനോട് ഞാൻ ഇന്റർവ്യൂക്ക് പോകുമ്പോ ഒരു ഷർട്ട് വാങ്ങണം. അപ്പൊ ഏത് കളർ വേണം? ഞാൻ ഇത് ഈ ഷെയ്ഡ് വേണം, കുറച്ച് ഡിഫറെന്റ് ആയി ഈ ഡ്രസ്സ് കൊണ്ടുപോയതാണ് കിടക്ക്. ഇപ്പൊ നിങ്ങളുടെ ലവേഴ്സിൽ നിന്നിട്ട് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിലേക്ക് മാറിയപ്പം എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടിയോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മെച്യൂരിറ്റി വന്നോ? അതെനിക്ക് തോന്നുന്നില്ല. മെച്ചൂരിറ്റി നമുക്ക് കിച്ചണിൽ പോലും ഇങ്ങനെ തല്ലാക്കും. പിള്ളേരെ കളി പോയിട്ടേ ഇല്ല. യഥാർത്ഥ കാസർഗോഡ് കേട്ടില്ലേ? ഇതാണ് മനസ്സിലായിരുന്നു. കുട്ടികളി മാറിയിട്ടില്ല. അല്ല, സത്യം നമ്മളിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ പിച്ചിന്നുള്ളിൽ രണ്ട് കുഞ്ഞു പിള്ളേരോട് സംസാരിക്കുന്നത്. ഓനക്ക് വെള്ളം ഭയങ്കര അലർജി. കുളിക്കാനല്ല, കുളിക്കും. മറ്റേ സ്ഥലം എന്ത് കൊള്ളാൻ കഴിയല്ല വെള്ളം. ഞങ്ങൾക്കതറിയുമല്ലോ. ഞാൻ ഓന് എന്തെങ്കിലും ഒന്ന് എനിക്ക് ഓനോണ്ട് ഒരു യൂസ് വേണമെങ്കിൽ ഞാൻ വെള്ളം തവും. ബെഡ്ഷീറ്റെല്ലാം വിരിക്കണമെങ്കിൽ ഞാൻ വെള്ളം തവും. ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അങ്ങനെയുള്ള. ഞാനെന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും എടുത്ത് വെള്ളം തരുന്ന ആ സമയത്ത് വരുന്ന ദേഷ്യം ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയിട്ട് ഞാൻ അറിയാണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വെള്ളം തവും. വെള്ളം തേയ്റ്റു കിച്ചണെല്ലാം വെള്ളം. വീട്ടിലാരും ചീത്ത അറിയില്ല, രണ്ടു കാര്യം എന്തെങ്കിലും കാണിക്കട്ടെ. ഇപ്പൊ ചെറിയൊരു സെഗ്മെന്റ്, ഇപ്പം കാസർഗോഡല്ലേ, ഞാൻ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ പറയാം. അത് നിങ്ങളുടെ അവിടെ നിങ്ങൾ എന്താ പറയണെന്ന് പറയാം. ചൂലില്ല അടിച്ചായിരുന്നു. മാച്ചി അറിയോ? മാച്ചി ഇല്ല. ബീൻസ്, കറി വെക്കുന്ന ബീൻസ്. ബീൻസ് പയറ് ബീൻസ് ആണോ? പൈനാപ്പിൾ, മുണ്ടച്ചക്ക. ഇവിടെ കൈതച്ചക്ക. ഇല്ല, ഞാൻ പൈനാപ്പിൾ യൂസ് ആക്കൂ. പൈനാപ്പിൾ മുണ്ടച്ചക്ക. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എങ്ങനെ പറയാം? 2 ദിവസം എന്റെ വീട്ടിൽ പൊരുക്കുമായിരുന്നല്ലോ. ഞാൻ 2 ദിവസം അതിന്റെ പൊരുക്കായിരുന്നു. പോരാ വീട് അല്ലേ? ഇപ്പൊ പൊരുക്കായിരുന്നല്ല, ഔത്തേക്കായിരുന്നു പറയും. ഒരാൾ ഔത്തേക്കെന്ന് പറയും, ഒരാൾ പോരെന്ന് പറയും. ഔത്ത്. ഓക്കെ. ഉമ്മയുടെ ആങ്ങളേന എന്താ പറയാ? നിനക്കൊന്നും വേറെ പണിയില്ലേന്ന്? നിനക്കെന്ത് പണിയില്ല? നിനക്കെന്ത് പണിയില്ലണ? അങ്ങനെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആയിട്ടാ നിനക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എനിക്കിന് ഇഷ്ടം. ഐ ലവ് യു. ഓക്കെ. എനിക്ക് ഭയങ്കര വിഷമായി, നല്ല ബേജാറായി. 2 ദിവസമായിട്ട് തീരെ വയ്യ. നമുക്ക് 2 ദിവസമായിട്ട് എന്ത് കഴിയുന്നില്ല. പപ്പായന്ന് എന്താ പറയാ? പപ്പായ. കൊറേ ആളുകൾ പറയുന്നുണ്ടാവും. ഞങ്ങള് പപ്പായ. ചായപ്പൊടി
ചായപ്പടി. ചായപ്പടി. ആണോ? മുറ്റം, വീടിന്റെ മുറ്റം അടിച്ചൊക്കെ വരുന്ന മുറ്റം. മുറ്റം കളം എന്ന് പറയാറുണ്ട് ഒരു കുറേ ആള്. അത് പറയത്തില്ല. പിന്നെ സിറ്റ് ഔട്ടിനെ തുട്ടി എന്ന് പറയാറുണ്ട്. ഞാൻ അറിയില്ല, ഞങ്ങളില്ല. ഞങ്ങൾ ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാവരും കുറച്ച് മുമ്പ് ഇപ്പൊക്കെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത നമ്മളെത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണ്. അപ്പൊ നാട്ടുമ്പുറെല്ലാം അല്ലല്ല, അത് നമ്മള് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഈ കൊച്ചിക്കും ഉണ്ടാവും ഒരു ഗതകാലം, പണ്ടുള്ള ഒരു ഗതകാലം ഉണ്ടാവും. അതില് പലതരം ഭാഷകളുണ്ടാവും. ജനറേഷൻ മാറുന്ന അനുസരിച്ചിട്ട് നമ്മള് ഭാഷകൾ മാറി. വീട്ടിൽ സംസാരിക്കുന്നതല്ലായിരിക്കും നമ്മൾ കോളേജിൽ കുറെ ആളുണ്ടാവും. കുറെ അടുത്ത് ഇപ്പൊ കാസർഗോഡ് നിങ്ങൾക്ക് അറിയാലോ, പല പല സ്ലാങ് ഉണ്ട്. കാസർഗോഡ് പല സ്ലാങ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാല് ഞങ്ങളുടെ നാട്ടില് വേറെ സ്ലാങ്, അങ്ങോട്ട് വേറത് ആടെന്ത് ബ്യാരിയൊക്കെയാണ്. എവിടെ ഔടെ ഏടെ ഔടെ അങ്ങനല്ലോ. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അനുപ്പരിൽ വന്നിട്ട് ഉമ്മ ഉപ്പള ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെല്ലാം പറയും. അവിടെ എന്തെല്ലാം ഉണ്ട്. ഉപ്പള ഭാഷ പഠിക്കണം എന്ന് വെച്ചാലുണ്ടല്ലോ, അതിപ്പോ നമ്മളെ നാട്ടില് വരുമ്പോ നമ്മള് വീട്ടിൽ സംസാരിക്കുന്നത് വേറൊരുത്തായിട്ടാകുമ്പോ നമുക്ക് ഇത് എന്തികള് പറയുന്നേ ഒരുമിച്ച് എന്ന് പറയുന്നത് ഒക്കത്തെ ഉപ്പള സൈഡ് കൊള്ളാം. പക്ഷേ നല്ല കേക്ക് നല്ല രസം. അപ്പൊ അവിടുന്ന് കല്യാണം കഴിക്കാം നമുക്ക്. നോക്കാലോ. ബ്രോക്കർ ഫീസ് ഞാൻ ഇപ്പൊ വാട്സപ്പിലിടാം. കുമ്മി സമ്മതിച്ചു. അപ്പൊ പ്രിയപ്പെട്ട കാസർഗോഡുള്ള ചുള്ളന്മാരെ, മസ്താനിക്ക് മസ്താവാത്ത രീതിയിലുള്ള ഒരു ചെക്കനെ വേണം. നല്ല ചെക്കൻ ഉണ്ടെങ്കിൽ DM മസ്താനിക്ക് മെസ്സേജ് ഇടരുത്, വെറൈറ്റി വീഡിയോക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഉമ്മാന്റെ നമ്പർ പിന്നെ തരും. ഉമ്മക്ക് ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റ ഉണ്ടാ? വാ, അപ്പൊ ഉമ്മാന്റെ ഇൻസ്റ്റയിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, എന്തായാലും താങ്ക് യു. അപ്പം വളരെ സന്തോഷം, കാരണം നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങും ട്രൂ ലവ് ഉണ്ടോന്ന് അന്വേഷിച്ച്. ട്രൂ ലവ് അന്വേഷിച്ച് ഇറങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഒരു യാത്ര നടത്ത്. ട്രൂ ലവ്, ട്രൂ ലവുമായി ജാഥ ക്യാപ്റ്റൻ മസ്താനി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. കുറച്ചിടം പോസ്റ്റ് ഉണ്ടായിരുന്നു, സോറി. അപ്പോൾ ഒരുപാട് സന്തോഷം, അവിടെ നിന്ന് ഇവിടെ വരെ വന്നു കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പം ഇനിയും ഇതേപോലെ തന്നെ എല്ലാവിധ സന്തോഷത്തോടു കൂടിയും കുട്ടികളിയൊന്നും മാറ്റണം, അതൊക്കെയാണ് അതിന്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹവും നേരുന്നു. അടിപൊളിയായിട്ട് പോവാം. താങ്ക് യു.